ഒരു കാരണവും ഇല്ലാതെ ഒരു 45 അല്ലെങ്കിൽ ഒരു 35 വയസ്സ് കഴിയുമ്പോഴേക്കും തന്നെ വെയിറ്റ് ഇങ്ങനെ ക്രമാതീതമായിട്ട് കൂടി വരിക. ഫുഡൊന്നും കഴിക്കുന്നില്ല, പക്ഷേ ഡേ ബൈ ഡേ ഓരോ 1 kg 2 kg വെച്ചിട്ടൊക്കെ വെയിറ്റ് കൂടി വരിക. ഈ മെനോപോസ് എന്ന് പറയുമ്പം ഈ പീരീഡ്സ് അല്ലെങ്കിൽ മെൻസസ് അല്ലെങ്കിൽ ആർത്തവം സ്റ്റോപ്പ് ചെയ്യുന്ന ഒരു പീരീഡാണ് മെനോപോസ് എന്ന് പറയുന്നത്. ഇപ്പോൾ സ്ത്രീകളുടെ ശരീരത്തിൽ ഈസ്ട്രജൻ, പ്രൊജസ്ട്രോൺ, ടെസ്റ്റോസ്റ്ററോൺ ഈ 3 ഹോർമോൺസിന്റെ ഒരു എന്താ പറയുക, അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വേരിയേഷൻസ് വരുന്നതാണ് ഈ മെനോപോസ് റിലേറ്റ് ചെയ്തിട്ടുള്ള സിംറ്റംസ് എന്ന് പറയുന്നത്. നമ്മുടെ സെക്ഷൽ റിലേറ്റ് ചെയ്തിട്ടുള്ള കംപ്ലയിൻസിന് ഇതിനെല്ലാം ഒന്ന് ബാലൻസ് ചെയ്യുന്നത് ഈ പറഞ്ഞ ടെസ്റ്റോസ്റ്ററാണ്. ലൈക്ക് വൈറ്റമിൻ ഡി, വൈറ്റമിൻ ബി കോംപ്ലക്സുകൾ, വൈറ്റമിൻ സി, മഗ്നീഷ്യം, കാൽഷ്യം, വൈറ്റമിൻ കെ ഇതെല്ലാം കമ്പൈൻ ചെയ്തിട്ടുള്ള ആഹാരങ്ങൾ നന്നായിട്ട് കഴിക്കാൻ ശ്രമിക്കുക. ഫുഡൊന്നും കഴിക്കുന്നില്ല, പക്ഷേ ഡേ ബൈ ഡേ ഓരോ 1 kg 2 kg വെച്ചിട്ടൊക്കെ വെയിറ്റ് കൂടി വരിക. ശരീരഭാരം കൂടി വരിക ഒരു കാരണവും ഇല്ലാതെ ഒരു 45 അല്ലെങ്കിൽ ഒരു 35 വയസ്സ് കഴിയുമ്പോഴേക്കും തന്നെ വെയിറ്റ് ഇങ്ങനെ ക്രമാതീതമായിട്ട് കൂടി വരിക. ഫുഡൊന്നും കഴിക്കുന്നില്ല, പക്ഷേ ഡേ ബൈ ഡേ ഓരോ 1 kg 2 kg വെച്ചിട്ടൊക്കെ വെയിറ്റ് കൂടി വരിക. അതിനോടൊപ്പം തന്നെ നമുക്ക് ശാരീരികമായിട്ടും മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുക. ലൈക്ക് ഇപ്പം മാനസികമായിട്ടെന്ന് പറയുമ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഒരു ജോലി ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടൊരു ബ്രെയിൻ ഫോഗ് വരിക, അല്ലെങ്കിൽ ഒരു ഒരു മന്ദപ്പ്, അല്ലെങ്കിൽ നമുക്കൊരു കാര്യത്തിനോട് ഫുള്ളി കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥകൾ ഉണ്ടാവുക. കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ കുട്ടികളുടെ ഒക്കെ കേസ് നോക്കുന്ന സമയത്ത് കുട്ടികളോടൊക്കെ ഭയങ്കരമായിട്ട് ദേഷ്യം കാണിക്കുക, വാശി പിടിക്കുക, അവരുടെ ലൈഫ് പാർട്ട്ണറിനോടൊക്കെ ആയാലും ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട് അനുഭവപ്പെടുക. ഇത് സ്ത്രീകളുടെ ഇടയിൽ വളരെ കോമൺ ആണ്. അതിനോടൊപ്പം തന്നെ മെമ്മറി ലോസ്, അതായത് ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും ഓർത്തെടുക്കാൻ പറ്റുന്നില്ല. ഇപ്പോൾ ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു റൂമിലേക്ക് വന്നതായിരിക്കും, അവിടെ എത്തുമ്പോഴേക്കും അവർക്ക് ഓർമ്മ കൃത്യമായിട്ട് കിട്ടുന്നില്ല, അല്ലെങ്കിൽ മറന്നു പോകുന്നൊരു പ്രശ്നങ്ങൾ. ചിലപ്പം ഫോൺ നോക്കി കഴിഞ്ഞ് പിന്നെ ഒരു കാര്യം ചെയ്യാൻ നോക്കുമ്പം ഓർമ്മയുണ്ടാവില്ല. അങ്ങനെ വ്യത്യസ്ത രീതിയിലുള്ള, അതിപ്പം ചിന്തിക്കും അൾഷൈമേഴ്സ് ആണോ, അല്ലെങ്കിൽ ഭാവിയിൽ അൾഷൈമേഴ്സ് വരുമോ, എനിക്ക് അൾഷൈമേഴ്സിൻ്റെ ബുദ്ധിമുട്ടാണോ എന്ന് വരെ ചിന്തിക്കുന്ന സ്ത്രീകൾ നമുക്ക് ചുറ്റുമുണ്ട്. അതിനോടൊപ്പം തന്നെ ശരീരം കംപ്ലീറ്റ് ആയിട്ടും വേദന അനുഭവപ്പെടുക, ഓരോ ജോയിൻസിൽ നിന്നും ഒരു സൂചി കുത്തുന്ന പോലത്തെ വേദന അനുഭവപ്പെടുക, അമിതമായിട്ടുള്ള ക്ഷീണം അനുഭവപ്പെടുക, ലെത്താർജി, അല്ലെങ്കിൽ ഒരു ഉന്മേഷം ഇല്ലാത്തൊരവസ്ഥ, പെട്ടെന്ന് ക്ഷീണം വരിക, അല്ലെങ്കിൽ പെട്ടെന്ന് ഉറക്കം തൂങ്ങിയിരിക്കുക, പകൽ സമയങ്ങളിലൊക്കെ ഒരു ജോലി ചെയ്യാതെ ഒരു ക്ഷീണം, അല്ലെങ്കിൽ ഒരു സ്ലീപ്പിനെസ്, അല്ലെങ്കിൽ ഒരു ഗിഡിനെസ്, ഒരു തലകറക്കം പോലെയൊക്കെ അനുഭവപ്പെടുക. അതിനോടൊപ്പം തന്നെ മെൻസ്ട്രൽ ഇറഗുലാരിറ്റി, അത് പ്രോമിനൻറ്റ് സിംറ്റം ആണ്. അതായത് മെൻസസ് ഒരു ഡിലേ വരിക, ചിലപ്പം ഈ മന്ത് ആവും, നെക്സ്റ്റ് മന്ത് ആവാതിരിക്കും, അങ്ങനെ ഒരു വ്യത്യസ്ത രീതിയിലുള്ളൊരു ഇറഗുലാരിറ്റി കാണാവുന്നതാണ്. അപ്പോൾ ഇങ്ങനത്തെ ലക്ഷണങ്ങൾ ഒരുപാട് സ്ത്രീകൾ ഫേസ് ചെയ്യുന്നുണ്ട്. ഇത് ഒരു 40 വയസ്സ് കഴിഞ്ഞ സമയത്താണ് ഒരു ബുദ്ധിമുട്ടുകൾ തുടങ്ങുന്നത്. അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ ഈ മെനോപോസ് അല്ലെങ്കിൽ പെരി മെനോപോസ് അല്ലെങ്കിൽ മെനോപോസ് റിലേറ്റ് ചെയ്തിട്ടുള്ള ലക്ഷണങ്ങളും അതിൻ്റെതായ പ്രതിവിധികൾ, എന്തൊക്കെ കഴിക്കണം, എന്തൊക്കെ ഒഴിവാക്കണം എന്നതാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഹായ്, ഞാൻ ഡോക്ടർ ജൂഹി ദാസ്, ക്യൂൻബി ഹെൽത്ത് കെയറിലെ ഹോമിയോപ്പതിക് ഫിസിഷ്യനാണ്. സ്ത്രീകളുടെ ഇടയിൽ ഈ മെനോപോസ് റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രശ്നങ്ങൾ വളരെ കോമൺ ആണ്. പലരും ചിന്തിക്കും എനിക്ക് എന്തോ മാരകമായിട്ടുള്ള അസുഖങ്ങളുണ്ട്, ഒരാളോട് പറയാൻ പറ്റുന്നില്ല എന്താണ് ഈ അസുഖം എന്ന്. അങ്ങനെ എന്താ പറയുക, നമുക്ക് മൈൻഡിൽ തന്നെ ഭയങ്കര ഒരു ഇറിറ്റേഷൻ തോന്നുന്ന രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ, ഒരു ഇറിറ്റബിലിറ്റി, ആങ്സൈറ്റി, ആങ്കർ, അതായത് അതിശക്തമായിട്ടുള്ള ദേഷ്യം, കുട്ടികളോടും അതേപോലെ ഹസ്ബൻഡിനോടും മറ്റുള്ള ആൾക്കാരോടൊക്കെ പെട്ടെന്ന് ദേഷ്യം പിടിക്കുക, പെട്ടെന്ന് സങ്കടം വരിക, നമ്മൾ ആ ഒരു ഇമോഷൻസിനെ നമുക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഒരു സ്റ്റേബിൾ ആയിട്ട് കൊണ്ടുപോകാൻ പറ്റാത്തൊരു അവസ്ഥകൾ വരിക. ദെൻ അതിനോടൊപ്പം തന്നെ നമുക്ക് ക്ഷീണം, അമിതമായിട്ടുള്ള ക്ഷീണം തോന്നുക, എത്ര മരുന്ന് കഴിച്ചിട്ടും, എത്ര ഉറങ്ങിയിട്ടും, എത്ര ഫുഡ് കഴിച്ചിട്ടും ഈ ഒരു ക്ഷീണത്തിൻ്റെ അല്ലെങ്കിൽ അതിൻ്റെ ഒരു തീവ്രത കുറഞ്ഞു വരാത്ത അവസ്ഥകൾ ഇന്ന് ഒരുപാട് ആളുകൾ, അല്ലെങ്കിൽ ഒരുപാട് സ്ത്രീകൾ ഈ പ്രശ്നങ്ങൾ പറയാറുണ്ട്. അപ്പോൾ മെനോപോസ് എന്ന് പറയുമ്പോൾ ആർത്തവ വിരാമം. അപ്പോൾ യൂഷ്വലി ഒരു റീപ്രൊഡക്റ്റീവ് പീരീഡിൽ സ്ത്രീകളുടെ ആ ഒരു പീരീഡ് എന്ന് പറയുന്നത് ഒരു 15+ കഴിഞ്ഞിട്ട് ഒരു ഇൻ ബിറ്റ്വീൻ ഒരു 35 to 45 വരെയാണ് റീപ്രൊഡക്റ്റീവ് സൈക്കിൾ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു പീരീഡിൽ സ്ത്രീകൾക്ക് മാസം മാസം പീരീഡ്സ് ആവും, അത് ഓവുലേഷൻ കാര്യങ്ങളും എല്ലാം അതിൻ്റെതായ പ്രോസസ്സിൽ നടക്കും. ഈ മെനോപോസ് എന്ന് പറയുമ്പം ഈ പീരീഡ്സ് അല്ലെങ്കിൽ മെൻസസ് അല്ലെങ്കിൽ ആർത്തവം സ്റ്റോപ്പ് ചെയ്യുന്ന ഒരു പീരീഡാണ് മെനോപോസ് എന്ന് പറയുന്നത്. ഒരു 45+ കഴിഞ്ഞിട്ടുള്ള ആളുകൾക്കാണ്
ഏജ് ഗ്രൂപ്പ് നമ്മൾ ക്ലാസിഫൈ ചെയ്യുമ്പോൾ ആ ഒരു പീരീഡിലാണ് കാണപ്പെടുന്നത്. എന്നാൽ പെരി മെനോപോസ് എന്ന് പറയുമ്പോൾ ഒരു 30+ അല്ലെങ്കിൽ 35+ കഴിയുമ്പോൾ തന്നെ ശരീരത്തിൽ ഹോർമോൺ വേരിയേഷൻസ് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങും. അപ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. മാനസികമായിട്ടും ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ സ്ത്രീകൾക്ക് കാണിക്കാവുന്നതാണ്. അപ്പോൾ സ്ത്രീകളുടെ ശരീരത്തിൽ ഈസ്ട്രജൻ, പ്രൊജസ്ട്രോൺ, ടെസ്റ്റോസ്റ്ററോൺ ഈ 3 ഹോർമോൺസിൻ്റെ ഒരു എന്താ പറയുക, അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വേരിയേഷൻസ് വരുന്നതാണ് ഈ മെനോപോസ് റിലേറ്റ് ചെയ്തിട്ടുള്ള സിംറ്റംസ് എന്ന് പറയുന്നത്. ഇപ്പോൾ സ്ത്രീകൾക്കാണെങ്കിൽ ഈസ്ട്രജൻ ഹോർമോൺസ് എന്ന് പറയുന്നത് മെയിൻ ഫങ്ഷൻ ആണ്. മിക്ക എല്ലാ കംപ്ലയിൻസും തുടങ്ങുന്നത് ഈ ഒരു ഈസ്ട്രജൻ്റെ ഇംബാലൻസ് കാരണമാണ്. സോ ഈ ഈസ്ട്രജൻ എല്ലാ ഓർഗൻസിലും അതിൻ്റെ റിസപ്റ്റേഴ്സ് പ്രസൻ്റ് ആയിരിക്കും. ബ്രെയിൻ, ഹാർട്ട്, ലിവർ, കിഡ്നി അങ്ങനെ പല ഓർഗൻസിലേക്കും ഈ ഒരു ഈസ്ട്രജൻ ഹോർമോൺസ് ഫങ്ഷൻ ചെയ്യുന്നുണ്ട്. മെയിൻലി നമ്മളെ റീപ്രൊഡക്റ്റീവ് ഓർഗൻ ആണെങ്കിലും മറ്റുള്ള ഓർഗൻസിലേക്കും ഇതിൻ്റെ റിസപ്റ്റേഴ്സ് പ്രസൻ്റ് ആയിട്ടുണ്ട്. ഇപ്പം ജോയിൻസിലും മസിൽസിലും എല്ലാത്തിലും റിസപ്റ്റേഴ്സ് ഉണ്ട്. റിസപ്റ്റേഴ്സ് മീൻസ് അതിൻ്റെ ഫങ്ഷൻ ചെയ്യാനുള്ള ഒരു പോയിന്റ് എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു ഈസ്ട്രജൻ ഇംബാലൻസ് വരിക അല്ലെങ്കിൽ ഏജിങ്ങിൻ്റെ ഭാഗമായിട്ട് ഈസ്ട്രജൻ കുറയുക എന്ന് പറയുമ്പം ഈ ഈസ്ട്രജൻ ബ്രെയിനിൽ ഫങ്ഷൻ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഈസ്ട്രജൻ കുറയുമ്പം ബ്രെയിനിലേക്കുള്ള ആ റിസപ്റ്റർ സപ്ലൈയിൽ വേരിയേഷൻസ് വരും. അപ്പം അവർക്ക് എന്താ ബുദ്ധിമുട്ട് വരിക? ബ്രെയിൻ ഫോഗ്, അല്ലെങ്കിൽ കാര്യങ്ങൾ ഒന്നും ഓർത്തെടുക്കാൻ പറ്റുന്നില്ല, ഒരു മന്ദപ്പ് അല്ലെങ്കിൽ ഒരു മന്ദത, നമുക്കൊരു ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല. ആ ഒരു മറ പോലെ നമുക്ക് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുകൾ ഫീൽ ചെയ്യാം. പിന്നെ ഗ്രേറ്റ് ഇറിറ്റബിലിറ്റി ഉണ്ടാവും. അതായത് നമുക്ക് എല്ലാത്തിനോടും ഒരു വാശി, ദേഷ്യം, അങ്ങനെ ഒരു ഇറിറ്റബിൾ ക്യാരക്ടർ കാണിക്കാവുന്നതാണ്. ദെൻ ഈ മെമ്മറി ലോസിൻ്റെ പ്രശ്നങ്ങൾ കാണിക്കാവുന്നതാണ്. കോൺസെൻട്രേഷൻ ഡിഫിക്കൽട്ടീസ് ഉണ്ടാവും. അതിനോടൊപ്പം തന്നെ അമിതമായിട്ടുള്ള ക്ഷീണം, ബോത്ത് മെൻ്റൽ ആൻഡ് ഫിസിക്കൽ വീക്ക്നെസ് അനുഭവപ്പെടാവുന്നതാണ്. അപ്പോൾ ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? ബ്രെയിൻ ഡെവലപ്മെൻറ്റ്സിന് വേണ്ടിയിട്ട് നന്നായിട്ട് നട്ട്സുകളും സീഡ്സുകളും കഴിക്കേണ്ടതായിട്ടുണ്ട്. ഇനി ശരീരത്തിൽ ഏറ്റവും ഫങ്ഷൻ ചെയ്യുന്നതാണ് ടെസ്റ്റോസ്റ്ററോൺ എന്ന് പറയുന്നത്. അത് എസ്പെഷ്യലി നമ്മളെ ബോൺ ഡെൻസിറ്റി അല്ലെങ്കിൽ നമ്മളെ സെക്ഷൽ റിലേറ്റ് ചെയ്തിട്ടുള്ള കംപ്ലയിൻസിന് ഇതിനെല്ലാം ഒന്ന് ബാലൻസ് ചെയ്യുന്നത് ഈ പറഞ്ഞ ടെസ്റ്റോസ്റ്ററോണാണ്. പുരുഷന്മാരിലൊക്കെ ഒരു ഏജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ടെസ്റ്റോസ്റ്ററോൺ കുറഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ അവർക്ക് സെക്ഷൽ ഡ്രൈവ് കുറഞ്ഞു വരുന്നതും ലിബിഡോ പോലത്തെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. അതുപോലെ തന്നെ സ്ത്രീകൾക്കും മെനോപോസ് ആവുന്ന സമയത്ത് അവർക്ക് സെക്ഷൽ ക്യാരക്ടർ കുറവായിരിക്കും, അല്ലെങ്കിൽ ആ ഒരു സെക്ഷൽ ആക്ടിവിറ്റീസിനോടൊന്നും ഒട്ടും താല്പര്യം ഉണ്ടാവില്ല. അതേപോലെ തന്നെ അവർക്ക് ബോൺ ഡെൻസിറ്റി കുറഞ്ഞു പോയിട്ട് പെട്ടെന്ന് ഫ്രാക്ചർ സംഭവിക്കുക, വേദന അനുഭവപ്പെടുക, അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊക്കെ കാണിക്കാവുന്നതാണ്. അപ്പോൾ അത് ടെസ്റ്റോസ്റ്ററോണിൻ്റെ ഇംബാലൻസ് കാരണമാണ്. അപ്പോൾ ഈ ഹോർമോൺസിൽ ഉണ്ടാകുന്ന വ്യതിയാനങ്ങൾ കാരണമാണ് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നത്. അപ്പോൾ ഇതിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് നന്നായിട്ട് കുറേ കാര്യങ്ങൾ നമ്മൾ ഫോളോ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഒന്നാമത്തേത് നന്നായിട്ട് ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്യുക. സ്ട്രെച്ചിങ്, സ്ട്രെങ്തനിങ് വർക്കൗട്ടുകൾ ചെയ്യുക. നടന്നാൽ പോരാ, സ്വിം ചെയ്താൽ പോരാ, നന്നായിട്ട് സ്ട്രെങ്തനിങ് സ്ട്രെച്ചിങ് വർക്കൗട്ടുകൾ ചെയ്യാൻ ശ്രമിക്കുക. ഡയറ്റിലേക്ക് നന്നായിട്ട് പ്രോട്ടീനും ഫൈബേഴ്സും കൊണ്ടുവരാൻ ശ്രമിക്കുക. പ്രോട്ടീൻസ് എന്ന് പറയുമ്പം ധാന്യങ്ങൾ, ചെറുപയർ, കടല, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തുക. ഹെൽത്തി ഫാറ്റ്സ് എന്ന് പറയുമ്പോൾ മീൻ, മുട്ട, അതേപോലെ തന്നെ അച്ചാർ, അതൊക്കെ നന്നായിട്ട്, പഴങ്കഞ്ഞിയൊക്കെ നന്നായിട്ട്, പ്രോബയോട്ടിക്കുകൾ ധാരാളം കഴിക്കാൻ ശ്രമിക്കുക. അതിനോടൊപ്പം തന്നെ ന്യൂട്രീഷണൽ സപ്പോർട്ട് ഇതിന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു റെമഡിയാണ്. ലൈക്ക് വൈറ്റമിൻ ഡി, വൈറ്റമിൻ ബി കോംപ്ലക്സുകൾ, വൈറ്റമിൻ സി, മഗ്നീഷ്യം, കാൽഷ്യം, വൈറ്റമിൻ കെ, ഇതെല്ലാം കമ്പൈൻ ചെയ്തിട്ടുള്ള ആഹാരങ്ങൾ നന്നായിട്ട് കഴിക്കാൻ ശ്രമിക്കുക. പിന്നെ നമ്മൾ സ്ലീപ്പ് സൈക്കിൾ, നന്നായിട്ട് ഉറങ്ങാൻ ശ്രമിക്കുക. ഉറക്കം വരാത്ത ആളുകൾ ഉണ്ടാവും. അപ്പോൾ നമ്മൾ മഗ്നീഷ്യം അടങ്ങിയിട്ടുള്ള ആഹാരങ്ങൾ ധാരാളം കഴിക്കുക. അതേപോലെ പാലൊക്കെ നന്നായിട്ട് ഉൾപ്പെടുത്തുക. അത് നമ്മുടെ ബോൺ ഡെൻസിറ്റി കൂട്ടാനൊക്കെ സഹായിക്കുന്നതാണ്. അതിനോടൊപ്പം തന്നെ നമ്മളെ മെൻ്റൽ സ്റ്റാറ്റസ് മെയിൻറ്റെയിൻ ചെയ്യുന്ന കൗൺസിലിംഗ്, മെഡിറ്റേഷൻ, യോഗ, ബ്രീതിങ് എക്സസൈസുകൾ, കാര്യങ്ങളൊക്കെ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്കൊരു പരിധി വരെ ഈ ബുദ്ധിമുട്ടുകളെ നമുക്ക് മറികടക്കാൻ സാധിക്കുന്നതാണ്. അതേപോലെ ഒരു 30+ കഴിഞ്ഞിട്ടുള്ള സ്ത്രീകൾ നിർബന്ധമായിട്ടും ചെയ്യേണ്ട കുറച്ച് ടെസ്റ്റുകളുണ്ട്. 30 അല്ല, ഒരു 40+ കഴിഞ്ഞിട്ട് ചെയ്യേണ്ട ടെസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ വൈറ്റമിൻ ഡി, വൈറ്റമിൻ B12, HbA1c, തൈറോയ്ഡ് ഫംഗ്ഷൻ ടെസ്റ്റ്, അയൺ അല്ലെങ്കിൽ ഫെറിറ്റിൻ ലെവൽ, ഇതൊക്കെ നിർബന്ധമായിട്ടും സ്ത്രീകൾ ചെയ്തിരിക്കണം. അപ്പോൾ ഇതിൻ്റെയൊക്കെ വേരിയേഷൻ കൊണ്ടാണ് ഈ പറഞ്ഞിട്ടുള്ള ഹോർമോൺ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നതും അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ ക്രിയേറ്റ് ചെയ്യുന്നത്. സോ ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നല്ലൊരു ഹെൽത്ത് ടോപ്പിക്കുമായി വീണ്ടും കാണാം. താങ്ക് യു.